ഇത്തവണ മോദി സർക്കാർ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ താരമായത് മക്കാന എന്ന ഒരു വിത്തായിരുന്നു. മക്കാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക ബോർഡ് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. എന്നാൽ എന്താണ് മക്കാന എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് സത്യം. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ സുലഭമാണ് മക്കാന. ഫ്ലേവർ ചേർത്തും ഫ്ലേവർ ചേർക്കാതെയും മക്കാന ലഭിക്കും. ഫോക്സ് നട്ട് അല്ലെങ്കിൽ താമരവിത്ത് എന്ന് ഇത് അറിയപ്പെടുന്നു. പോഷകങ്ങളാൽ സമ്പുഷ്ടമായ മക്കാന നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ്. പ്രോട്ടീനുകളാൽ സമ്പന്നമാണ് മക്കാന. പ്രോട്ടീൻ മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കൾ ഇവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കലോറി വളരെ കുറവാണെന്നതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി മക്കാന കഴിക്കാം. ഇതിലെ ഫൈബർ വിശപ്പ് നിയന്ത്രിക്കും. അത്തരത്തിൽ മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കാനും ഇത് സഹായിക്കും. മക്കാനയിൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണുള്ളത്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മക്കാനയിലെ മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ഹൃദയാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതിൽ പ്രോട്ടീൻ, നാരുകൾ, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ അവശ്യ പോഷകങ്ങളുണ്ട്. എല്ലുകളുടെ ആരോഗ്യം, ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തൽ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഈ പോഷകങ്ങൾക്ക് നിർണായക പങ്കാണുള്ളത്. എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭക്ഷണമാണിത്. ഫ്ലേവനോയിഡുകളും പോളിഫെനോളുകളും പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ആന്റി ഓക്സിഡന്റുകൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. മക്കാനയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഉറക്കമില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് മക്കാന വളരെ നല്ലതാണ്. നിത്യവും ഭക്ഷണത്തിൽ മക്കാന ചേർക്കുന്നത് നല്ല ഉറക്കത്തിന് സഹായിക്കും. മാത്രമല്ല, ഇത് ദഹനം ക്രമീകരിക്കാനും മലബന്ധം തടയാനും സഹായിക്കുന്നു.